നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെക്റ്റേഴ്സ്. എന്താണ് വെക്റ്റർ? എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമുക്കിപ്പം ട്രിവാൻഡ്രം, ഇതെന്താ കൊച്ചി നോക്കാം. ട്രിവാൻഡ്രം ടു കൊച്ചി പോകാൻ എനിക്ക് 265 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്താണ്? സ്കെയിലാർ. സ്കെയിലാർ എന്ന് നോക്കുമ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും കയറി വരുന്നത്. അതേസമയം ഞാൻ ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് ഈസ്റ്റിലോട്ടാണ് പോവേണ്ടത് എന്ന് ഞാൻ പറയുവാണെങ്കിൽ, ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനും കൂടെ പറയുവാണെങ്കിൽ അത് എന്തായിട്ട് മാറും? വെക്റ്ററായിട്ട് മാറും. അപ്പോൾ വെക്റ്റർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കയറി വന്നാൽ അതെന്താണ്? വെക്റ്റർ. എല്ലാ വെക്റ്റേഴ്സിനെയും നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ആരോ ഹെഡ് കാണിച്ചാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ എന്ന് മെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളിത് റിപ്രസെന്റ് ചെയ്യുന്നത്. ഞാനൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എടുക്കുന്നു. അതായത് 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സും വൈയും ഇസഡും ആക്സസ് വരുന്ന ഒരു ഫിഗർ എടുക്കുവാന്ന് നോക്കിയ, ഇവിടെ ഇതിന്റെ ഒരേ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും അവന് എന്താണ്? ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്ന അതിന്റെ പൊസിഷനാണ് കാണിക്കുന്ന. ആ പൊസിഷനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് പൊസിഷൻ വെക്റ്റർ റിപ്രസെന്റഡ് ബൈ ആർ. ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇതാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. ഐയും ജെയും കെനെ നമ്മൾ പറയുന്ന പേര് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐയും ജെയും കെനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? യൂണിറ്റ് വെക്റ്റേഴ്സ്. എക്സ് ആക്സിസ് കറസ്പോണ്ട് ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന വെക്റ്ററും വൈ ആക്സിസ് കറസ്പോണ്ട് ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന വെക്റ്ററും ഇസഡ് ആക്സിസ് കറസ്പോണ്ട് ചെയ്യുന്നത് കെ എന്ന് പറയുന്ന വെക്റ്ററും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്ന? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇത് പൊസിഷനാണ്. ആ പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് എന്തുവാ? വെലോസിറ്റി. ആ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സലറേഷൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേഷൻ എ എന്ന് വെച്ചാൽ എന്താണ്? ഡി വി ബൈ ഡി ടി ആണ്. അപ്പൊ ഇന്നേ സ്ട്രെച്ച് നമ്മളിപ്പം പറഞ്ഞ എന്തുവാ? 2 പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് മാത്രമാണെങ്കിൽ അത് സ്കെയിലാർ. ഡിസ്റ്റൻസിന്റെ ഒപ്പം നമുക്ക് എന്താണ്? ഡയറക്ഷനും കൂടെ പറഞ്ഞാൽ അത് വെക്റ്ററായി മാറും. എല്ലാ വെക്റ്ററിനെയും നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ആരോ ഹെഡ് വെച്ചാണ്. ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓരോ എഡ്ജസിനെ നമ്മൾ കാണിക്കുന്ന എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. അത് വെച്ചിട്ടാണ് അതിന്റെ പൊസിഷൻ വെക്ടർ വരുന്ന. പൊസിഷൻ വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് വരുന്നത്. ഇനി നമുക്ക് ആ പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവിനെയാണ് വെലോസിറ്റി വി എന്ന് പറയുന്ന. ആ വെലോസിറ്റിന്റെ ഡെറിവേറ്റീവിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദ പാത്ത് എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ, ഇസഡ് ഈക്വൽ ടു ടി ക്യൂബ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം വെലോസിറ്റി വി. വെലോസിറ്റി വി എന്ന് വെച്ചാൽ എന്താണ്? ഡി ആർ ബൈ ഡി ടി എന്ന് അറിയാം. അപ്പൊ ആദ്യം ആർ വേണ്ടേ? ആർ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് വരുന്നത്. ഞാനിവിടെ എക്സിന് പകരം ടി എന്ന് കൊടുക്കുന്ന, വൈക്ക് നമുക്ക് തന്നിട്ടുണ്ട് ടി സ്ക്വയർ എന്ന്, ഇസഡിന് പകരം ടി ക്യൂബ് എന്ന് കൊടുക്കുന്ന. അപ്പൊ ഡി ആർ ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ്, ടീന്റെ ഡെറിവേറ്റീവ് 1, ടി സ്ക്വയറിന്റെ എന്താ? 2t, ടി ക്യൂബിന്റെയോ 3t സ്ക്വയർ. നമുക്ക് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n എക്സ് റൈസ് ടു n മൈനസ് 1. അതായത് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1. അങ്ങനെയാണ് 3x സ്ക്വയറിന് വരുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ വെച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇനിയും ആക്സിലറേഷൻ എ എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? വി കണ്ടുപിടിച്ചു അല്ലേ? വി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുമല്ലേ? ഇതിന് അഗെയിൻ ഡെറിവേറ്റീവ് എടുക്കുക.
1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇല്ലേ, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. അപ്പൊ ഇവൻ പോയി. 2t, ടീന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ അവിടെ എന്ത് വരും? 2j. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2t, അപ്പൊ 2 × 3 എന്ത് വരും? 60k. ഇതാണ് നമ്മളെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ടൈം t equal to pi of a particle moving along the curve r of t തന്നിട്ടുണ്ട്. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ dr/dt. വെലോസിറ്റി v equal to dr/dt ആണ്. ഇവിടെ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് അതേപോലെ ഇരിക്കും. സൈൻ ടീന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടി ഐ പ്ലസ് എഗെയിൻ യു വി റൂൾ അപ്ലൈ ചെയ്യും. ഇ റൈസ് ടു ടീന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ടി ആണ്. കോസ് ടി അതേപോലെ വെച്ചേക്കുക. പ്ലസ് ഇ റൈസ് ടു ടി ഇൻറ്റു കോസ് ടീന്റെ എന്താണ്? മൈനസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് ടീന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി അറ്റ് ടി ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടി വരുന്ന സ്ഥലത്തെല്ലാം എന്ത് കൊടുക്കുന്നു? പൈ എന്ന് കൊടുക്കുന്നു. ടി എവിടെയൊക്കെ വരുമോ അവിടെ എല്ലാം ഞാൻ എന്ത് കൊടുക്കുക? പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് പൈന്റെ വാല്യൂ എന്താണ്? -1. കോസ് പൈ എന്ന് പറയുന്നത് -1ഉം സൈൻ പൈ എന്ന് വെച്ചാൽ 0 ആണ്. ഇത് ഓർത്ത് വെക്കുക. കോസ് പൈന്റെയും സൈൻ പൈന്റെയും വാല്യൂ ഓർത്ത് വെക്കണം. അപ്പൊ സൈൻ പൈ 0 ആയതുകൊണ്ട് ഈ ടേമിനെ ഞാൻ എന്താക്കുന്ന? 0 ആക്കി മാറ്റുന്ന. എഗെയിൻ സൈൻ പൈ 0, അപ്പൊ ഇവൻ 0 ആയിട്ട് മാറുന്ന. കോസ് പൈക്ക് പകരം -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു പൈ ഐ മൈനസ് ഇ റൈസ് ടു പൈ ജെ പ്ലസ് 1k. ഇതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ പാത്ത് 6 നമുക്ക് തന്നിട്ടുണ്ട്. 6 തന്നിട്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്റ്റൻസിന്റെ ഫോർമുല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ മോഡുലസ് dr/dt ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെലോസിറ്റി v കണ്ടുപിടിക്കുക. അതാണ് dr/dt. ആ dr/dt എന്ത് വരും? കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ. അപ്പം മൈനസ് സൈൻ പൈ ടി ഇൻറ്റു പൈ ഐ പ്ലസ് സൈനിന്റെ എന്താണ്? കോസ്. അപ്പൊ കോസ് പൈ ടി ഇൻറ്റു പൈ ജെ പ്ലസ് ടീന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ എന്താണ്? 1k എന്ന് നമുക്ക് വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ എന്തെടുക്കണം? മോഡുലസ് എടുക്കണം. എന്താണ് മോഡുലസ് എന്ന് വെച്ചാൽ? റൂട്ട് ഓഫ് ഐന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ. അപ്പോ മൈനസ് സ്ക്വയർ ആവുമ്പോ പ്ലസ് ആവുവേ. പൈന്റെ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ടി പ്ലസ് ജെന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ. ജെ എന്താണ്? പൈ സ്ക്വയർ കോസ് സ്ക്വയർ പൈ ടി പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1 ഇറ്റ്സെൽഫ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന? സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും, അതായത് പൈ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ പൈ ടി പ്ലസ് കോസ് സ്ക്വയർ പൈ ടി പ്ലസ് 1 എന്ന് വരും. സൈൻ സ്ക്വയർ പൈ ടി പ്ലസ് കോസ് സ്ക്വയർ പൈ ടി 1 ആവുമ്പോൾ ഇവിടെ ആൻസർ എന്താണ്? റൂട്ട് പൈ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇല്ല, ഡൗട്ട് ഇല്ലല്ലോ. ആദ്യം ഞാൻ വെലോസിറ്റി v കണ്ടുപിടിക്കുന്ന, അതിന്റെ മോഡുലസ് എടുക്കുന്ന. മോഡുലസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഐന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് ജെന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് കെന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ. ഞാൻ അവിടെ പൈ സ്ക്വയർ കോമൺ എടുത്ത് സിംപ്ലിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
തന്നേക്കുന്ന ലിമിറ്റ് 1 to 5 അതിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 1 dx എന്താണ്, എക്സ് ആണ്. നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ചെയ്യുന്നുണ്ട്, ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ് എന്താണ്, 1 to 5. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കും. അപ്പോൾ 5 മൈനസ് 1. 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ, 4. അപ്പോൾ 4 ഇൻറ്റു റൂട്ട് ഓഫ് പൈ സ്ക്വയർ പ്ലസ് 1 ഇതായിരിക്കും ആൻസർ. തീർന്നോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കാനാ? ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആർ ഓഫ് ബി മൈനസ് ആർ ഓഫ് എ. അതായത് ഈ പോയിന്റ് ഞാൻ എ ആയിട്ട് എടുക്കും, ഇതെന്താണ്, ബി ആയിട്ട് എടുക്കുന്നത്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് പോവാൻ എന്താണ് പൊസിഷനിൽ ചേഞ്ച് വന്നതെന്ന് നോക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും, ആർ ഓഫ് 5 മൈനസ് ആർ ഓഫ് 1 എന്ന് വരും. ആർ ഓഫ് 5 എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തന്നേക്കുന്ന ആർ ഓഫ് ടിയില് ടിക്ക് പകരം 5 എന്ന് കൊടുക്കണം. അപ്പൊ കോസ് 5 പൈ ഐ പ്ലസ് സൈൻ 5 പൈ ജെ പ്ലസ് 5k. ഇതാണ് ആർ ഓഫ് 5. ഇനി ആർ ഓഫ് 1 എന്ന് വെച്ചാലോ, കോസ് പൈ ഐ പ്ലസ് സൈൻ പൈ ജെ പ്ലസ് 1k എന്ന് വരും. ഇനി ഈ രണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന, മൈനസ് ആണ് ചെയ്യുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, കോസ് 5 പൈ, കോസ് 5 പൈൻ്റെ വാല്യൂ എത്രയാ, ഓഡ് പൈ ആണ്. അപ്പം -1, ഇത് -1 ആവും. അപ്പൊ ഇതിനെ നമുക്ക് -1 ഐ സൈൻ 5 പൈ എന്തായി മാറും, 0 ആയിട്ട് പോകും. അപ്പൊ അതില്ല, 5k എന്ന് വരും. ഇവിടെ വരുമ്പോൾ കോസ് പൈൻ്റെ -1 ഐ സൈൻ പൈ ടേം ഇല്ല, 1k. ഈ രണ്ട് മൈനസ് ചെയ്താലോ, -1 മൈനസ് -1 എന്ന് പറയുമ്പോൾ 0. 5 മൈനസ് 1 എന്ത് വരും, 4k. ഇതായിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക് എന്ന് വെച്ചാൽ വെക്ടേഴ്സിൽ വരുന്ന 3 മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്. ആദ്യത്തേത് ഗ്രേഡിയന്റ്. എന്താണ് ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീനെ വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കി മാറ്റാൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡിയന്റ്. റിപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ എഫ്. ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. ഇതാണ് നമ്മളെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഗ്രേഡിയന്റിന് പകരം ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും അതിന്റെ മീനിങ് എന്താണ്, ഗ്രേഡിയന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാലും ഗ്രേഡിയന്റ് എന്ന് വെച്ചാലും സെയിം ആണ്. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഡൈവർജൻസ് ആണ്. ഡൈവർജൻസിനെ റിപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ ഡോട്ട് എഫ് ആണ്. എന്താണ് ഡൈവർജൻസ് എന്ന് വെച്ചാൽ, ഒരു ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ സ്കെയിലാർ ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്നതാണ് ഡൈവർജൻസ്. ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ഇസഡ് ബൈ ഡോ ഇസഡ്. ഇതാണ് എന്തുവാ, ഡൈവർജൻസിന്റെ ഫോർമുല. ഇവിടെ അറിയേണ്ട 3 ടേംസ് എന്ന് വെച്ചാൽ, ഡൈവർജൻസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡൈവർജൻസിന്റെ വാല്യൂ ഈക്വൽ ടു 0, ഡൈവർജൻസ് ഗ്രേറ്റർ ദാൻ 0, ഡൈവർജൻസ് ലെസ് ദാൻ 0. ഈ 3 ടെർമിനോളജീസ് ഉണ്ട്. ഡൈവർജൻസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേര് സോളിനോയിഡൽ. ഡൈവർജൻസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്നെ പറയുന്ന പേര് സോഴ്സ്. ഡൈവർജൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്നെ പറയുന്ന പേര് സിങ്ക്.
ഈ 3 ടേംസും കൂടെ അറിയുക. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടേം എന്ന് വെച്ചാൽ കേൾ എഫ്. വെക്റ്റർ ടു വെക്റ്റർ ഓപ്പറേഷൻ ആണ് കേൾ എഫ്. റിപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ ക്രോസ് എഫ് ആണ്. ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഫ് എക്സ് എഫ് ഐ എഫ് ഇസഡ്. എന്താണ് ഈ എഫ് എക്സ് എഫ് ഐ എഫ് ഇസഡ് എന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു വെക്റ്റർ ഉണ്ട് ആറ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് കൺസിഡർ ചെയ്താൽ ഐന്റെ കോഎഫിഷ്യന്റ് ആണ് എഫ് എക്സ്, ജെന്റെ കോഎഫിഷ്യന്റ് ആണ് എഫ് ഐ, കെന്റെ കോഎഫിഷ്യന്റ് ആണ് എന്തെന്ന് പറയുന്നത് എഫ് ഇസഡ് എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ, ഐ ഇൻറ്റു ഈ റോയും ഈ കോളവും പോയിട്ട് വരുന്ന ബാക്കി എലമെന്റ്സ്. അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് ഐ മൈനസ് ജെ. ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് മൈനസ് ജെ. അപ്പം ഈ കോളവും ഈ ഫസ്റ്റ് റോയും പോയിട്ട് വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് എക്സ് പ്ലസ് കെ ഇൻറ്റു കെന്റെ റോയും കോളവും പോയാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഐ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. ഇതാണ് നമ്മളെ ഫോർമുല. ഇനിയും ഇവിടെയും ഒരു ടെർമിനോളജി ഞാൻ പുതിയതായിട്ട് പറയുന്ന, കേൾ എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ അവനെ വിളിക്കുന്ന പേര് ഇറൊട്ടേഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് നമുക്ക് പറയാം. ഇറൊട്ടേഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് എനിക്ക് അവനെ വിളിക്കാൻ പറ്റും. ഇതൊരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യനായി സ്ഥിരം ചോദിക്കുന്നതാണ്. എന്താണ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ എന്ന് പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ഇറൊട്ടേഷണൽ എന്ന് പ്രൂവ് ചെയ്ത് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സ്കെയിലാർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സ്ഥിരം വരാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് ഇനി നോക്കാം. നമുക്ക് ഡൈവർജൻസും കേൾസിന്റെയും ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. എഫ് തന്നിട്ടുണ്ട്, നമുക്ക് ഡൈവ് എഫും കേൾ എഫും കണ്ടുപിടിക്കാം. ഓക്കെ, ഡൈവ് എഫ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്ന? ഡൈവ് എഫിന്റെ ഫോർമുല എന്തുവാ പറഞ്ഞേ? ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ്. എൻ്റെ ഒപ്പം പറയുക, പറഞ്ഞാലേ അത് ഓർക്കാൻ പറ്റൂ. ഡോ എഫ് എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ഇസഡ് ബൈ ഡോ ഇസഡ്. എഫ് എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്താണ്? എക്സ് ഇസഡ് സ്ക്വയർ പ്ലസ് എഫ് വൈ എന്ന് പറയുന്ന എന്താണ്? 5x വൈ സ്ക്വയർ ഇസഡ് പ്ലസ് എഫ് ഇസഡ് എന്ന് പറയുന്ന എന്താണ്? മൈനസ് 3x സ്ക്വയർ ഇസഡ് ക്യൂബ്. അപ്പോ ഇവിടെ എക്സൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തോ ഒരു എക്സൻ ഡെറിവേറ്റീവ് 1 ആയി മാറി ഇസഡ് സ്ക്വയർ എന്ന് മാറും. ഇവിടെ 5 വൈക്കാണ് ചെയ്യുന്ന, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. 5 into 2 എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. 5 into 2 നമുക്ക് എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. 10x വൈ ഇസഡ് മൈനസ് ഇസഡിനാണ് ചെയ്യുന്ന ഇസഡ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3z സ്ക്വയർ. ഈ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x സ്ക്വയർ ഇസഡ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് കേൾ ഓഫ് ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. എഫ് എക്സിന് പകരം എന്തോ കൊടുക്കാം? എക്സ് ഇസഡ് സ്ക്വയർ 5x വൈ സ്ക്വയർ ഇസഡ്. ഇവിടെ വരുമ്പോൾ എന്താണ്? മൈനസ് 3x സ്ക്വയർ ഇസഡ് ക്യൂബ് എന്ന് വരും. ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് 3x സ്ക്വയർ ഇസഡ് ക്യൂബ് മൈനസ് ഇത് ഇൻറ്റു ഇത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 5x വൈ സ്ക്വയർ ഇസഡ്. ഞാൻ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്തപ്പം പറഞ്ഞ സെയിം ഡിറ്റർമിനന്റ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആ റോയും കോളവും പോയിട്ട് പറഞ്ഞത് എക്സ്പാൻഡ് ചെയ്യുക. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇവനും പോയിട്ടുള്ളത് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 3x സ്ക്വയർ ഇസഡ് ക്യൂബ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു ക്യാപിറ്റൽ മറന്നുപോയി, കെ ഇൻറ്റു
ഡോ ബൈ ഡോ എക്സ് ഓഫ് 5xy square z minus ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇവിടെ വൈൻ്റെ ടേം ഇല്ല, 0 ആയി പോവും. ഇസഡിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇസഡിന്റെ ഡെറിവേറ്റീവ് 1, 0 മൈനസ് ഇതല്ലേ, അപ്പൊ എന്ത് വരും? -5xy² i -5xy² i മൈനസ് എക്സിന് ചെയ്യുമ്പോൾ എന്തോ ഒരു x²ന്റെ 2x, ഇതാവുമ്പോൾ എന്താവും? -6xz³. ഇവിടെ ഇസഡിനെ ചെയ്യുമ്പോൾ z² 2z -2xzj പ്ലസ് ഇവിടെ എക്സിന് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, അപ്പോൾ 5y² മൈനസ് ഇവിടെ ടേം ഇല്ലാത്തതുകൊണ്ട് 0, അപ്പൊ ഇത് മാത്രം മതി, k. ഇതാണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുത്ത് ഇത് പ്ലസ് ആക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനോട് നോക്കിയേ. എഫ് തന്നിട്ടുണ്ട്, ഡൈവ് എഫും കേൾ എഫ് ആണ് എനിക്ക് കണ്ടുപിടിക്കാൻ. ഡൈവ് എഫ് കണ്ടുപിടിക്കാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐന്റെ കോഎഫിഷ്യൻ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെന്റെ കോഎഫിഷ്യൻ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെന്റെ കോഎഫിഷ്യന്റ്. എക്സിന് ചെയ്യുമ്പോൾ x² എന്ത് വരും? 2x. വൈക്ക് ചെയ്യുമ്പോൾ വൈക്കുമ്പോൾ 3y². 2 × 3 എന്താവും? 6y² z. ഇസഡിന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ അവിടെ എന്ത് വരും? 3 എന്ന് വരും. ഇനി കേൾ എഫ് ആണെങ്കിലോ നമുക്ക് ഫോർമുല അറിയാം. ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. എഫ് എക്സിന് പകരം ഐന്റെ കോഎഫിഷ്യന്റ് x²y, ജെന്റെ കോഎഫിഷ്യന്റ് ഇതെന്ന്, കെന്റെ കോഎഫിഷ്യന്റ് ഇതെന്ന്. ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ ഐ ഇൻറ്റു ആ റോയും കോളവും പോയിട്ട് ബാക്കി വരുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് 3z മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y³ z മൈനസ് ജെ ഇൻറ്റു പ്ലസ് മൈനസ് പ്ലസ്. ഇവനും ആ കോളവും പോയിട്ടുള്ള ബാക്കിയുള്ള ആശാമാര് അങ്ങ് എഴുതുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x²y. നെക്സ്റ്റ് ആരാ? കെ. കെന്റെ റോയും കോളവും പോയാൽ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y³ z മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് x²y. ഇനി ഡെറിവേറ്റീവ് അങ്ങ് എടുക്ക്. ഐ ഇൻറ്റു ഇവിടെ വൈൻ്റെ ടേം ഇല്ല, 0. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, 0. മൈനസ് ജെ ഇൻറ്റു എക്സിന്റെ ടേം ഇല്ല, 0. ഇവിടെ x² ഡെറിവേറ്റീവ് എന്ത് വരും? 2x പ്ലസ് കെ ഇൻറ്റു എക്സിന്റെ ടേം ഇല്ല, 0. വൈൻ്റെ ടേം വരുമ്പോൾ x². അപ്പൊ ഇതെങ്ങനെ മാറും? 2xyj മൈനസ് x²k. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. 3 ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ചെറുതെന്ന് വലുതിലോട്ട് വരാം. ആദ്യം r = xi പ്ലസ് yj പ്ലസ് zk എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ. ഡൈവർജൻസ് എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐന്റെ കോഎഫിഷ്യൻ, ഡോ ബൈ ഡോ വൈ ഓഫ് ജെന്റെ കോഎഫിഷ്യൻ, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെന്റെ കോഎഫിഷ്യൻ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1, വൈന്റെ 1, ഇസഡിന്റെ 1, സോ ഇറ്റ് ഈസ് 3. ആൻഡ് കേൾ എഫ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എക്സ് വൈ ഇസഡ് എന്ന് വരും. ഇനി എക്സ്പാൻഡ് ചെയ്താലോ ഐ ഇൻറ്റു ആ റോയും കോളം പോയിട്ട് ഇതേ ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് 0 മൈനസ് ജെ ഇൻറ്റു ഈ റോയും കോളം പോയിട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് 0, ഇസഡിന് എക്സിന് ചെയ്യുമ്പോഴും 0, കെ 0 0 0 മൈനസ് 0, സോ ദ ഫൈനൽ ആൻസർ ഈസ് 0. അപ്പോൾ ഒരു പൊസിഷൻ വെക്ടറിന്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് 3 ആണ്, കേൾ എന്ന് പറയുന്നത് 0 ആണ്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഡൈവർജൻസ് 3 എന്നും കേൾ 0 എന്ന് പ്രൂവ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ. ഫൈൻഡ് ഡൈവ് കേൾ എഫ്. ഡൈവ് കേൾ എഫ് എന്ന് വെച്ചാൽ ആദ്യം കേൾ അല്ലേ കണ്ടുപിടിക്കാൻ. ആദ്യം കേൾ കണ്ടുപിടിക്കാൻ. കേൾ എഫ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് x² z മൈനസ് 2y³ z²
എക്സ് വൈ സ്ക്വയർ ഇസഡ്. അപ്പോൾ ഐ ഇൻറ്റു ആ റോയും കോളവും പോയിട്ടുള്ളത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് മൈനസ് 2y ക്യൂബ് ഇസഡ് സ്ക്വയർ മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2y ക്യൂബ് ഇസഡ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ ഇസഡ്. വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y അല്ലയോ? അപ്പൊ 2xy ഇസഡ്. ഇവിടെ ഇസഡിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z. 2 × 2 എന്താവും? 4. അപ്പൊ പ്ലസ് 4y ക്യൂബ് ഇസഡ് ഐ. ഇനി മൈനസ് ജെ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ സ്ക്വയർ ഇസഡ്. ഇവിടെ ഇസഡിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു ഇവിടെ എക്സിന് ചെയ്യാൻ 0 ആയി പോവും, വൈൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി പോവും. ഇനി ഇവന്റെ ഡൈവർജൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy ഇസഡ് തീർന്നില്ല പ്ലസ് 4y ക്യൂബ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് വൈ സ്ക്വയർ ഇസഡ് പ്ലസ് എക്സ് സ്ക്വയർ. എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലയോ? അപ്പൊ 2y ഇസഡ്. ഇവിടെ വൈക്ക് ചെയ്യുമ്പോൾ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y അല്ലേ? അപ്പം മൈനസ് 2y ഇസഡ്. ആൻസർ എന്തായി? 0. ഓർക്കേണ്ട കാര്യം ഡൈവ് കേൾ എഫ് അത് പ്രോപ്പർട്ടി ആണ്. ഡൈവർജൻസ് ഓഫ് കേൾ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? 0. അതും കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ ഒരു പൊസിഷൻ വെക്ടറിന്റെ ഡൈവർജൻസ് 3 ആണ്, കേൾ 0 ആണ്. അതേപോലെ തന്നെ ഡൈവ് കേൾ എഫ് ഓൾവേസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഡൈവ് ആൻഡ് കേൾ എഫ് അറ്റ് ദ പോയിന്റ് 1 - 1 1. ഡൈവ് എഫ് ഞാൻ ചെയ്യും, കേൾ എഫ് നിങ്ങൾ ചെയ്യുക. ഡെൽ എഫ് ഡെൽ ഡോട്ട് എഫ് ഡൈവർജൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് 2x സ്ക്വയർ വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2y ഇസഡ് റേസ് ടു 4. എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഇസഡ് ക്യൂബ് പ്ലസ് വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആകുമ്പോൾ 2x സ്ക്വയർ ഇസഡ് പ്ലസ് ഇസഡിനെ ചെയ്യുമ്പോൾ 2y 3 അല്ല 4 ഇസഡ് ക്യൂബ് എന്ന് വരും. ഇനി ഇവിടെ ഞാൻ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് 1, വൈക്ക് -1, ഇസഡിന് 1. 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -1 ഇൻറ്റു 4 ഇൻറ്റു 1 ക്യൂബ് 1 മൈനസ് 2 മൈനസും പ്ലസ് എന്താവും? മൈനസ് അല്ലയോ? 4 × 2 എന്താവും? 8. 1 - 10 എന്താണ്? -9. ആൻസർ കറക്റ്റ് ആണോ നോക്കിയോട്ടെ. അതെ, -9 ആണ് വരുന്നത്. അപ്പൊ കേൾ എഫ് നിങ്ങൾ ചെയ്ത് നോക്കണം. കേൾ എഫിന്റെ ആൻസർ എന്ന് പറയുന്നത് 3j + 4k. ഇതാണ് കിട്ടാൻ. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇതാണ് നമ്മൾ ആൻസർ കിട്ടേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് ലൈൻ ഇന്റഗ്രൽ. എന്താണ് ലൈൻ ഇന്റഗ്രൽ? ലൈൻ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഒറ്റ വേരിയബിളിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈൻ ഇന്റഗ്രൽ. അതായത് ക്വസ്റ്റ്യനിൽ എക്സും വൈ ഒക്കെ ഉണ്ടെങ്കിൽ അവനെയൊക്കെ റീപ്ലേസ് ചെയ്ത് ഏതെങ്കിലും ഒറ്റ വേരിയബിൾ, ഒന്നിൽ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ടി, അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് മാറ്റുന്നതാണ് എന്തുവാ? ലൈൻ ഇന്റഗ്രൽ. അങ്ങനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ S1 നോക്കിയിട്ടുണ്ടായിരിക്കും ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ. ഡബിൾ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എന്താണ്? 2 വേരിയബിൾ എക്സും വൈയും വന്നാൽ ഡബിൾ ഇന്റഗ്രൽ, 3 വേരിയബിൾ എക്സ് വൈ ഇസഡ് വന്നാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ. അപ്പോൾ സിംഗിൾ ഇന്റഗ്രലിനെയാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്.
അവിടെ ഒരു വേരിയബിളിനെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായി നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ എക്സ് പ്ലസ് വൈ ഡി എക്സ് ഗിവൺ എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ ഫ്രം 0,0 to 2,1. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം, ടി എന്ന് കൊടുക്കാം. വൈക്ക് എന്ത് കൊടുക്കാം, ടി സ്ക്വയർ എന്ന് കൊടുക്കാം. ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ആ എക്സിന്റെ ഡെറിവേറ്റീവ്. എക്സ് എന്താ, ടി. ടീന്റെ ഡെറിവേറ്റീവ് എന്താ, 1 വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ. അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ് എന്തെന്ന് പറയുന്ന 1. അപ്പൊ ഡി എക്സ് ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം, 1 ഡി ടി. അതുകൊണ്ട് ഞാൻ ഡി ടി എന്ന് ഇവിടെ എഴുതുന്നു. എക്സിന്റെ ലിമിറ്റ് ഇവിടെ ഓർഡേർഡ് പെയർ തരുമ്പോൾ ഇത് എക്സും ഇത് വൈ, ഇത് എക്സും ഇത് വൈ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ഇവിടെ എന്താണ്, 0 to 2. അതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താണ് ഇന്റഗ്രൽ, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് വെച്ചാൽ എന്താണ്, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇന്റഗ്രൽ സൈൻ എ എക്സ് എന്താണ്, മൈനസ് കോസ് എ എക്സ് ബൈ എ. എക്സിന്റെ കോഎഫിഷ്യന്റ് അടിയിൽ വരും. ഇന്റഗ്രൽ കോസ് എ എക്സ് എന്താണ്, സൈൻ എ എക്സ് ബൈ എ. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് എന്താണ്, ഇ റൈസ് ടു എ എക്സ് ബൈ എ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ ടീൻ്റെ പവർ 1 ആയതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പവറിൽ 1 കൂട്ടുക, ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. ടി സ്ക്വയറിൻ്റെ ആണെങ്കിലോ ടി ക്യൂബ് ബൈ 3 എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് 0 to 2. ആദ്യം അപ്പർ ലിമിറ്റ് 2 സ്ക്വയർ 4, 4 by 2 പ്ലസ് 2 ക്യൂബ് 8, 8 by 3 മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 0 ആയി പോകും. 4 by 2 എന്താണ്, 2, 2 പ്ലസ് 8 by 3. അപ്പോൾ എന്ത് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 പ്ലസ് 8 by 3, അതായത് 14 by 3 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഒറ്റ വേരിയബിളിലോട്ട് ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ വേർ സി ഈസ് ദ കർവ് അലോങ് ദ പാത്ത് വൈ ഈക്വൽ ടു എക്സ് ഫ്രം 0,0 to 1,1. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എനിക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നറിയാം, ഡി വൈക്ക് അപ്പം എനിക്ക് എന്ത് കൊടുക്കാം, ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പം ഇവിടെ വൈക്ക് പകരം ഞാൻ എക്സ് എന്ന് കൊടുക്കുന്ന, ഡി വൈക്ക് പകരം എന്ത് കൊടുക്കുക, ഡി എക്സ് എന്ന് കൊടുക്കുന്ന. ഇന്റഗ്രൽ 2x സ്ക്വയർ ഡി എക്സ് എന്ന് വരും. എക്സിന്റെ ലിമിറ്റ് ഇവിടെ എന്താണ്, 0 to 1 ആണ്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ്, എക്സ് ക്യൂബ് ബൈ 3. 0 to 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2/3 എന്ന ആൻസർ കിട്ടും. ഒരു മെത്തേഡ്, ലൈൻ ഇൻ്റഗ്രലിൻ്റെ മെത്തേഡ്. ഇനി വർക്കാണ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്നാണ് വരുന്നത്. എന്താണ് എഫ്, തന്നേക്കുന്ന എലമെൻ്റ് ആണ് എഫ്. എഫ് ഈക്വൽ ടു ഡി എക്സിന് പകരം ഐ എന്ന് കൊടുക്കുക, ഡി വൈക്ക് പകരം എന്ത് കൊടുക്കുക, ജെ എന്ന് കൊടുക്കുക. നമുക്ക് ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് അറിയാം പൊസിഷൻ വെക്റ്റർ. ഇവിടെ ഇസഡിന്റെ ടേം, കെ എന്ന് പറയുന്ന ടേം, ഡി ഇസഡ് എന്ന് പറയുന്ന ടേം ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, വൈക്ക് പകരം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ഇസഡ് ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി പോകുന്നു. അപ്പൊ ഡി ആർ എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1i പ്ലസ് 1j അല്ലേ. ഇനി എഫ് എന്ന് വെച്ചാലോ, വൈക്ക് പകരം എക്സ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ എന്ന് വരും. ഇനി എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാലോ, ഐന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ, എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ത് വരും, എക്സ് സ്ക്വയർ, എഗെയിൻ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ത് വരും, എക്സ് സ്ക്വയർ. അപ്പൊ എന്ത് വരും, 2x സ്ക്വയർ എന്ന് വരും. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാലോ, ഇന്റഗ്രൽ 2x സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ലിമിറ്റ് എന്താണ് ഇവിടെ, എക്സിന്റെ 0 to 1, 2 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3, ലിമിറ്റ് 0 to 1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 2/3. അപ്പോൾ ഈ മെത്തേഡിലും ചെയ്യാം, ഇതിലും ചെയ്യാം. വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ എ ഡോട്ട് ഡി ആർ എന്നൊക്കെ ചോദിച്ചാൽ ഈ ഒരു മെത്തേഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. മറ്റേ മെത്തേഡ് അല്ലാണ്ട് ലൈൻ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ചെയ്യാവൂ.
അപ്പം നമുക്കിനി 3 ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടും ഉണ്ട്. 1 by 1 ആയിട്ടും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഇൻ എ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം 0, 0, 0 to 1, -1, 1 അലോങ് ദ കർവ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു ഐ മൈനസ്, നമുക്ക് വൈക്ക് പകരം അവർ തന്നിട്ടുള്ള എന്താണ്, -t². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് ടി, വൈക്ക് -t², ഇസഡിന് എന്താണ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന. അപ്പോൾ ഇതെങ്ങനെ മാറും? ഐ മൈനസ് മൈനസും പ്ലസ് ആയി, t²j മൈനസ് ടി ഇൻറ്റു t², t³ ഇൻറ്റു ടി എന്താണ്, t⁴. ഇനി നമുക്ക് ആർ എന്ന് വെച്ചാൽ xi പ്ലസ് yj പ്ലസ് zk അല്ലേ. ഇവിടെ ഞാൻ വാല്യൂ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ti മൈനസ് t²j പ്ലസ് tk എന്ന് വരും. ഇനി ഡി ആർ എന്ന് വെച്ചാലോ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1i മൈനസ് 2tj പ്ലസ് k എന്ന് മാറും. എഫ് ഡോട്ട് ഡി ആർ ചെയ്താൽ എന്ത് വരും? കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ, ഇവിടെ 1 ഇവിടെയും 1, അപ്പം 1. t² ഇൻറ്റു -2t എന്ത് വരും? -2t³ മൈനസ് t⁴ എന്ന് മാറും. ഇനി ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 1 - 2t³ മൈനസ് t⁴ dt ആണ്. ഇനി ലിമിറ്റ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് എക്സ് ഈക്വൽ ടു ടി എന്ന്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കും ടിക്ക് വരുന്നത്. എക്സിൻ്റെ ലിമിറ്റ് 0 to 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എന്ന് വരും. 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? t³ൻ്റെയോ പവർ ഒന്ന് കൂട്ട്, t⁴ ഒന്ന് കൂട്ടിയ 5/5, ലിമിറ്റ് 0 to 1. അപ്പോൾ 1 മൈനസ് 2/4 മൈനസ് 1/5, 0 എടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആയി പോകില്ലേ. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? ഇത് 1/2 അല്ലേ. 1 - 1/2 1/2, 1/2 മൈനസ് 1/5, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 - 2 3/10. ഇതായിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് തന്നിട്ടുണ്ട്. എഫ് ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? വൈക്ക് പകരം 2x² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈക്ക് പകരം 2x² എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ബേസ്ഡ് ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? 3x ഇൻറ്റു 2x² i മൈനസ് 2x² ദ ഹോൾ സ്ക്വയർ j. അപ്പോൾ എന്ത് വരും? 6x³ i മൈനസ് 4x⁴ j എന്ന് വരും. ഇനി ആർ നമുക്കറിയാമല്ലോ, xi പ്ലസ് yj മതി ഇവിടെ. എന്തുകൊണ്ടാണ്? ഇസഡിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് k ഇല്ല. അപ്പോൾ ഇതെന്തായിട്ട് മാറും? xi പ്ലസ് 2x² j എന്ന് മാറും. ഡി ആർ എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് അല്ലേ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 2x² എന്ത് വരും? 4x എന്ന് വരും. എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാലോ, അതിൻ്റെ മൾട്ടിപ്ലൈ 6x³ മൈനസ് 4x ഇൻറ്റു 4x⁴ എന്ത് വരും? 16x⁵ എന്ന് മാറും. ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്താ? y ഈക്വൽ ടു, നമ്മൾ വേണ്ട നോക്കണ്ട, ഇത് എക്സിലേക്ക് മാറ്റി. എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? 0 to 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 6x³ മൈനസ് 16x⁵ dx എന്ന് വരും. അതായത് 6x⁴/4 മൈനസ് 16x�6/6 എന്ന് വരും. 0 to 1 അപ്ലൈ ചെയ്താലോ, 6 ഇൻറ്റു 1/4 മൈനസ് 16 ഇൻറ്റു 1/6, 3/2 മൈനസ് ഇവിടെ എന്ത് വരും? 16 ആകുമ്പോൾ 8, 8/3, 9 മൈനസ് 16/6, 9 - 16 എത്ര വരും? -7/6. ഇതായിരിക്കും നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് തന്നിട്ടുണ്ട്. എഫില് നമ്മൾ ആർ ഓഫ് ടി എന്ന് വെച്ചാൽ എന്താണ്? xi പ്ലസ് yj പ്ലസ് zk അല്ലേ. അപ്പൊ എക്സിന് പകരം ടി എന്ന് കൊടുക്കാം, വൈക്ക് എന്ത് കൊടുക്കാം? t² എന്ന് കൊടുക്കാം. ഇസഡിന് പകരം t³ എന്ന് കൊടുക്കുക. j ആണ് പ്ലസ് എക്സ് t³ k. അപ്പൊ t³ പ്ലസ് t⁵j
ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ 2+3 ആണ് 5 എന്ന് എഴുതിയാൽ കൺഫ്യൂഷൻ വരരുത്. ടി റൈസ് ടു 4k. ആർ എന്ന് വെച്ചാൽ നമുക്ക് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ അല്ലേ. ഡെറിവേറ്റീവ് എടുക്കുക. ഡി ആർ എന്ത് വരും? 1i പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. എഫ് ഡോട്ട് ഡി ആർ എന്ത് വരും? ടി ക്യൂബ് പ്ലസ് 2t റൈസ് ടു 6 പ്ലസ് 3t റൈസ് ടു 6 എന്ന് വരും അല്ലയോ. അപ്പം ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ടി ക്യൂബ് പ്ലസ് 5t റൈസ് ടു 6 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ലിമിറ്റ് എന്താണ് തന്നിട്ടുണ്ട്? 0 to 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ടി ക്യൂബ് പ്ലസ് 5t റൈസ് ടു 6 ടി റൈസ് ടു 4/4 പ്ലസ് 5t റൈസ് ടു 7/7. 0 to 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/4 പ്ലസ് 5/7 എന്ന് വരും. അതായത് 7 പ്ലസ് 20/28 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27/28. ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് 2 ക്വസ്റ്റ്യനോട് നോക്കാം. അതിനുശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് തന്നേക്കുന്ന എ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ പോയിന്റ്സ് 0 0 0 to 1 1 1 ആണ് വരുന്നത്. പാത്ത് എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ, ഇസഡ് ഈക്വൽ ടു ടി ക്യൂബ്. നമുക്കറിയാം ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ എന്താണ്? എക്സിന് പകരം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് ടി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇസഡിന് ടി ക്യൂബ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ എന്ന് 6 കിട്ടും. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ്, ടീൻ്റെ ഡെറിവേറ്റീവ് 1, ടി സ്ക്വയറിൻ്റെ 2t, ടി ക്യൂബിൻ്റെ എന്ത് വരും? 3t സ്ക്വയർ എന്ന് വരും. അതേപോലെ ക്വസ്റ്റ്യനിൽ എക്സിന് പകരം ടി എന്ന് കൊടുക്കാം, വൈക്ക് ടി സ്ക്വയർ എന്ന് കൊടുക്കാം, ഇസഡ് പറഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കുക? ടി ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് ആണ് ടി റൈസ് ടു 5 എന്ന് നമ്മൾ എഴുതിയത്. ടി ക്യൂബ് ദ ഹോൾ സ്ക്വയർ, അതായത് ടി ക്യൂബിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ടി റൈസ് ടു 6 എന്ന് വരും. അതിൻ്റെ ഒപ്പം ഈ 1 കൂടെ ചേരുമ്പോഴാണ് ടി റൈസ് ടു 7 എന്ന് കിട്ടുന്നത്. ഇനി എ ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഈ എയും ഡി ആർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഐൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 9t സ്ക്വയർ, ഇവിടെ എന്താ 1. 9t സ്ക്വയർ ഇൻറ്റു 1 എന്ത് വരും? 9t സ്ക്വയർ. അതേപോലെ തന്നെ ജെയിൻ്റെ കോഎഫിഷ്യൻറ്റും ജെയിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുക, കെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇവിടെ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ എക്സിൻ്റെ സെയിം ലിമിറ്റ് ആയിരിക്കൂലേ ടിക്കും. അതുകൊണ്ട് 0 to 1 നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ടി ക്യൂബ് ബൈ 3 ആണ്. 6 വരുമ്പോൾ 7/7 വരും. 9 വന്നാൽ 10/10. അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി ആർ ആണ്. ഇവിടെ നമുക്ക് ഫ്രം ദ ഒറിജിൻ എന്ന് വെച്ചാൽ എന്താണ്? 0,0,0 ടു എ പോയിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് ലൈനിൻ്റെ ഇക്വേഷൻ? എക്സ് മൈനസ് എക്സ് 1 ബൈ എക്സ് 2 മൈനസ് എക്സ് 1 ഈക്വൽ ടു വൈ മൈനസ് വൈ 1 ബൈ വൈ 2 മൈനസ് വൈ 1 ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് 1 ബൈ ഇസഡ് 2 മൈനസ് ഇസഡ് 1. ഇത് x1 y1 z1, ഇത് x2 y2 z2 എന്ന് എടുക്കുക. ഇവിടെ നമുക്ക് ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു ടി എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് 2t, വൈക്ക് ടി എന്ന് കിട്ടും, ഇസഡിന് ടി എന്ന് കിട്ടും. ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അവിടെ എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 2tൻ്റെ ഡെറിവേറ്റീവ് എന്താ? ടീൻ്റെ 1 ആയതുകൊണ്ട് 2i, ടീൻ്റെ ഡെറിവേറ്റീവ് 1, ഇവിടെയും ടീൻ്റെ ഡെറിവേറ്റീവ് 1. ഇനിയും എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇല്ലയോ, അവിടെ നമുക്ക് എക്സ് വൈ ഇസഡിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇത്രയാണ് നമുക്ക് ഇൻ ഷോർട്ട് വരുന്നത്.